വയനാട് മാത്രമല്ലല്ലോ, ഇപ്പൊ കവളപ്പാറയിലുണ്ടായി, പെട്ടിമിടിയിലുണ്ടായി, വയനാട് തന്നെ പുത്തുമലയിലുണ്ടായി, വേറെ പല ജില്ലകളിലും ഒക്കെ ഉണ്ടായി, ഒരുപാട് സ്ഥലത്തുണ്ടായി. വയനാട് പ്രത്യേകമായി പരിഗണിക്കണം, കാരണം പ്രത്യേക പരിഗണനകൾ അർഹിക്കുന്ന ഒരു ജില്ലയാണ്. അതുപോലെ ഇടുക്കി ജില്ലയും 2022 പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നു. ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. ഡോപ്ലർ റഡാറിനെ പറ്റി പറഞ്ഞു, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിനെ കുറിച്ച് പറഞ്ഞു. ഈ ഡോപ്ലർ റഡാറിന് സ്ഥലം പോലും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. 2021 ഞങ്ങൾ നിയമസഭയിൽ IPCC റിപ്പോർട്ടും അതുമേലുള്ള നാസ അനാലിസിസും ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞാണ് പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണമെന്ന് പറഞ്ഞാണ്. ഇപ്പം മാപ്പിംഗ് നടത്തുന്നതെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ 1:50,000 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പോൾ ഒരു സൂക്ഷ്മമായി എവിടെയാണ് അപകട സാധ്യത എന്ന് കാണാൻ പറ്റില്ല. ഇപ്പോൾ വയനാടിൻ്റെ മീതെ മുഴുവൻ ചുവപ്പാണ്, അപ്പോൾ റെഡ് സിഗ്നലാണ്. ഏത് പർട്ടിക്കുലർ സ്ഥലത്താണ് എന്ന് കണക്കാക്കാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത്. അതിനൊക്കെ ഇന്ന് നാട്ടിൽ അതിനൊക്കെയുള്ള സംവിധാനമുണ്ട്. ആ ഫലപ്രദമായ സംവിധാനം ഏർപ്പെടുത്തണം. ഞങ്ങൾ ഗവൺമെന്റിനോട് വീണ്ടും പറയുന്നു, ഈ നിയമസഭയിൽ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് 2 ആഴ്ച മുമ്പുള്ള നിയമസഭയിൽ ഉറക്കെ പറഞ്ഞതാണ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെ കാണാതെ പോവുകയാണ്, അതിനെ അഡ്രസ് ചെയ്യാതെ പോവാൻ. കേരളം അപകടകരമായ നിലയിലാണ്. ഇനി ഉണ്ടാകുന്ന എല്ലാ വികസന പദ്ധതികളിലും എല്ലാ നയരൂപീകരണത്തിലും പ്രധാന ഘടകം ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കണം. വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നിയമസഭയിൽ ഞങ്ങൾ സംസാരിച്ചതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കെ റെയിലിനോട് നോ പറഞ്ഞത്. കോസ്റ്റൽ ഹൈവേ വേണ്ട എന്ന് പറയുന്നത്. എന്തായിരുന്നു കെ റെയിൽ? കേരളത്തിൻ്റെ നടുവിലൂടെ 300 കിലോമീറ്റർ ദൂരം 30 അടി എംബാങ്ക്മെന്റ് ഉണ്ടാക്കി കെട്ടി ഉയർത്തി. ബാക്കി 200 കിലോമീറ്റർ റെയിൽവേ ലൈനിന് 2 ചുറ്റിലും 10 അടി മുകളിൽ മതിൽ കെട്ടി. ഇത്രയും കെട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു? അതുകൊണ്ടാണ് വേണ്ടെന്ന് പറയാം. അല്ലാതെ വികസന പദ്ധതികൾക്കൊന്നും എതിരില്ല. എല്ലാ വികസന പദ്ധതികളും സർക്കാരുകൾ ആസൂത്രണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഘടകമായി കാലാവസ്ഥ വ്യതിയാനം നിൽക്കുന്നു എന്നുള്ള ഓർമ്മ വേണം.